ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ആദ്യ ടെസ്റ്റ് ഇന്ന് ഗാലിയിൽ തുടങ്ങും. 3 ടെസ്റ്റും 5 ഏകദിനങ്ങളും ഒരു T20യുമാകും ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുക. ഇന്ത്യൻ നിര ആത്മവിശ്വാസത്തിലാണ്. വിൻഡീസിനെതിരായ ഏകദിന പരമ്പര 3-1 ജയിച്ചാണ് ഇന്ത്യ എത്തുന്നത്. ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയാണ് ടെസ്റ്റ് ടീമിലെ പുതുമുഖം. രോഹിത് ശർമ്മയും ശിഖർ ധവാനും ടീമിൽ തിരിച്ചെത്തും. രോഹിത് ശർമ്മയോ ഹാർദിക് പാണ്ഡ്യയോ ആറാമനായി ഇറങ്ങിയേക്കും. വൈറൽ പനി ബാധിച്ച ലോകേഷ് രാഹുൽ ആദ്യ മത്സരത്തിൽ കളിക്കില്ല. ഇന്ത്യക്കായി ശിഖർ ധവാനും അഭിനവ് മുകുന്ദും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും. രവിശാസ്ത്രി കോച്ച് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ഇത്. ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തെ ഇന്ത്യ കുറച്ചു കാണുന്നില്ല. കളിയെ ബഹുമാനിക്കുന്നുവെന്നും ഓരോ മത്സരത്തെയും ഓരോ പന്തിനെയും പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പറഞ്ഞു. I think our batsmen came up with the goods and they had counter plans in place. So we understand what he brings to the table and we understand what needs to be done. And I'm sure everyone is taking personal responsibility to plan their innings in a certain way and play bowlers accordingly according to how they bowl or what areas they hit and what are the shots that are required to counter that. So yeah, we've come a long way from that tour, as I said, and we believe in our batsmen to deliver the goods when it's required by the team the most. മറുവശത്ത് ശ്രീലങ്കൻ നിരയ്ക്ക് പഴയ പ്രതാപമില്ല. ടെസ്റ്റ് റാങ്കിങ്ങിൽ അവർ 7ാം സ്ഥാനത്താണ്. സിംബാബ്വേയോട് ഏകദിന പരമ്പര 2-3 അടിയറവ് വച്ചാണ് ദീപുകാർ ഇന്ത്യക്കെതിരെ കളിക്കാനിറങ്ങുന്നത്. ന്യൂമോണിയ ബാധിച്ച ദിനേശ് ചന്ദിമലിന് പകരം രംഗന ഹെറാത്തായിരിക്കും ശ്രീലങ്കയെ നയിക്കുക. ചന്ദിമലിന് പകരം 4ാം സ്ഥാനത്ത് ധനുഷ്ക ഗുണതിലക കളിച്ചേക്കും. 5 ബോളർമാരുമായി കളിക്കാൻ ലങ്ക തീരുമാനിച്ചാൽ ഇടം കയ്യൻ സ്പിന്നർ മലിന്ദ പുഷ്പകുമാരയ്ക്ക് അരങ്ങേറ്റ മത്സരം കളിക്കാനാകും. സ്വന്തം തട്ടകത്തിന്റെ ആനുകൂല്യം മുതലാക്കാമെന്ന പ്രതീക്ഷ ലങ്കൻ നായകൻ പ്രകടിപ്പിച്ചു. മികച്ച പിച്ചാണ് ഗാലിയിലേതെന്നും 4ാമത്തെയും 5ാമത്തെയും ദിവസം സ്പിന്നർമാർക്ക് പ്രയോജനം ലഭിക്കുമെന്നും ക്യാപ്റ്റൻ ഹെറാത്ത് പറഞ്ഞു. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. BCCIയുടെ പ്രത്യേക ജനറൽ ബോഡി യോഗം ഇന്ന് മുംബൈയിൽ നടക്കും. യോഗത്തിൽ ഭൂരിപക്ഷം സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളും ഭാഗികമായി ലോധ കമ്മിറ്റി ശുപാർശ നടപ്പാക്കുന്നതിനോട് അനുകൂല നിലപാട് അറിയിക്കും. നേരത്തെ ലോധ കമ്മിറ്റി ശുപാർശകളിൽ ചിലത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് BCCI സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഈ കേസിൽ സുപ്രീം കോടതി ഏപ്രിൽ 18-ന് വാദം കേൾക്കും. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് PU ചിത്രയെ ഒഴിവാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ശക്തം. PT ഉഷ പങ്കെടുത്ത യോഗത്തിലാണ് ലണ്ടനിലേക്കുള്ള സംഘം തീരുമാനിക്കപ്പെട്ടത്. സംഘത്തിൽ അനർഹർ കടന്നുകൂടിയപ്പോഴാണ് ചിത്രയുടെ അസാന്നിധ്യം ഉണ്ടായത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ അന്തിമ പട്ടിക തീരുമാനിക്കുന്ന യോഗത്തിൽ PT ഉഷ പങ്കെടുത്തിരുന്നു. PT ഉഷ പങ്കെടുത്തിട്ടും ചിത്രയ്ക്ക് അർഹമായ അവസരം നഷ്ടമായതെന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഗൂഢാലോചനയെന്ന ആരോപണത്തിന് പിൻബലമാകുന്നത്. ഈ കുട്ടികളെ ഈ വളർച്ച വരുന്ന സമയത്ത് അതിനെ മുരടിപ്പിച്ച് ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് ഫെഡറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. തീർച്ചയായും ഇത് വളരെ അനീതിയാണ്. ഉഷ ആവശ്യപ്പെട്ടാൽ ചിത്ര ഒഴിവാക്കപ്പെടുമായിരുന്നില്ലെന്ന് കായിക നിരീക്ഷകർ അടക്കം പറയുന്നു. ലോക ചാമ്പ്യൻഷിപ്പിന് തയ്യാറെടുക്കുന്ന പരിശീലകരുടെ പട്ടികയിലെ ഉഷയുടെ സാന്നിധ്യവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഉഷ സ്കൂളിൽ പരിശീലിക്കുന്ന ദേശീയ താരങ്ങൾക്ക് ഇന്ത്യൻ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതില്ല. ഒരേ സമയം ഉഷ സ്കൂളിൽ പരിശീലിക്കുകയും ദേശീയ ക്യാമ്പിൽ പങ്കെടുക്കുന്ന താരങ്ങളുടെ ആനുകൂല്യം കിട്ടുകയും ചെയ്യും. അതിനാലാണ് PT ഉഷ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ പരിശീലകയായത്. ആ നിലയ്ക്കാണ് ലണ്ടൻ സംഘത്തിൽ PT ഉഷയെ ഉൾപ്പെടുത്തിയതും. മറുവശത്ത് ഉഷയുടെ കീഴിൽ പരിശീലിക്കുന്ന ഒരു താരം പോലും ലോക ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലില്ല. ജിസ്ന മാത്യു ആകട്ടെ 4x400 മീറ്റർ റിലേയിലാണ് പങ്കെടുക്കുന്നത്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 400 മീറ്ററിൽ സ്വർണം നേടിയ മുഹമ്മദ് അനസ്, 400 മീറ്റർ ഹഡിൽസിൽ വെള്ളി മെഡൽ നേടിയ അനു രാഘവൻ, ദേശീയ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ മികവിലൂടെ 400 മീറ്ററിൽ ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ അനിൽഡ തോമസ് എന്നിവരുടെ പരിശീലകനായ ജയകുമാർ സംഘത്തിലില്ല താനും. വേണമെങ്കിൽ PT ഉഷയെ ഒഴിവാക്കാനും ജയകുമാറിനെ ഉൾപ്പെടുത്താനുമാകും എന്നർത്ഥം. ചുരുക്കത്തിൽ PU ചിത്രയടക്കം അർഹർ പലരും പുറത്ത്, ഒഴിവാക്കപ്പെടാവുന്നവർ അകത്തും. ശരിയാണ്, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അനാവശ്യ ഇടപെടലുകളാണ് ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ വലിയ ശാപം. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. PU ചിത്രയെ പോലുള്ള താരങ്ങൾക്ക് അവസരം നിഷേധിക്കുന്നത് കായിക താരങ്ങളെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്ന് ചിത്രയുടെ പരിശീലകൻ സിജിൻ പറഞ്ഞു. PT ഉഷയെ പോലുള്ളവർ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഗൗരവതരമാണെന്നും സിജിൻ അഭിപ്രായപ്പെട്ടു. അത്ലറ്റിക് രംഗത്ത് രാജ്യത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയായ PU ചിത്ര, കേരളത്തിൻ്റെ സ്വന്തം താരം, PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഫെഡറേഷന്റെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ പൊതുവെയും ഉയരുന്നത്. ഇപ്പോൾ PU ചിത്രയുടെ ആദ്യകാല പരിശീലകൻ സിജിൻ നമ്മോടൊപ്പം ചേരുകയാണ്. സിജിൻ,
എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? തീർച്ചയായും ഇതിന് പിന്നിൽ വളരെ ശക്തമായ എന്തോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മെഡൽ വന്നിട്ടുള്ള ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വന്നിട്ടുള്ള 3 പേരെ തഴഞ്ഞിട്ട് ടീം ഇട്ടതിൽ തീർച്ചയായും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് താല്പര്യങ്ങളാകും ഇത്തരം ഒരു തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് തോന്നുന്നു? ഈ ഇത്രയും പെർഫോമൻസ് ഉള്ള കുട്ടികളെ ഒഴിവാക്കിയിട്ട് ടീമിലിടുക എന്ന് പറയുന്നത് തന്നെ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലും ഇപ്പം എല്ലാവരും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും ചിത്രയ്ക്ക് വേണ്ടി, ചിത്രയെ ടീമിലെടുക്കാൻ വേണ്ടി എല്ലാവിധ സമ്മർദ്ദങ്ങളും ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 മലയാളികൾ ഉണ്ടായിരുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നാണ് ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഇത് വേദനിപ്പിക്കുന്നില്ലേ? ചിത്രയെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. PT ഉഷ കൂടി ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റിയിൽ നിന്ന് കുറച്ചുകൂടി അനുകൂല സമീപനം താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായും ഈ പറഞ്ഞ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് 8 or 9 പേര് ചേർന്നിട്ടുള്ള കമ്മിറ്റിയാണ്. അപ്പോൾ ചിലപ്പോൾ PT ഉഷ നമുക്ക് വേണ്ടി അവിടെ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ബാക്കി ഭൂരിപക്ഷം എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് അവിടെ പ്രസക്തി ഇല്ലാതാവുകയാണല്ലോ. എന്താണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ചെയ്യാൻ പോകുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്തുന്നുണ്ട്. അതുപോലെ പാലക്കാട് MP രാജേഷ് ദേശീയ കായിക മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി ഇപ്പം ഫെഡറേഷനോട് വിശദീകരണം ചോദിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. എങ്ങനെയും 27-ാം തീയതിക്ക് മുമ്പ് ചിത്രയെ ടീമിൽ ഉൾപ്പെട്ട് ടീമിൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്നുള്ള താല്പര്യത്തിൽ തന്നെയാണ് MP നിൽക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രിയും സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളും കായിക മന്ത്രി എല്ലാവരും, അതുപോലെ കേരളത്തിലെ എല്ലാ MP-മാരും ഇന്ന് ഒറ്റക്കെട്ടായി ചിത്രയ്ക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തിനാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിത്രയ്ക്ക് ലോക ചാമ്പ്യൻഷിപ്പിന് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുകൂല തീരുമാനമില്ലെങ്കിൽ കോടതിയിലേക്ക് പോകാനുള്ള നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്, ചിത്ര ഫയൽ ചെയ്തിട്ടുണ്ട്. എന്ത് മാനദണ്ഡമാണ് ഇവർ ഇപ്പോൾ പറയുന്നത്? എന്ത് തോന്നുന്നു ഇവർ ഇത്തരം ഒരു മാനദണ്ഡം പറഞ്ഞതിൽ? അത്ലറ്റിക് ഫെഡറേഷൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ക്വാളിഫൈ മാർക്ക് ഉണ്ടെന്ന് അറിയിക്കേണ്ടതായിരുന്നു. അതാരെയും അറിയിച്ചിട്ടില്ല. അതിനകത്ത് അവർ വ്യക്തമായിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ളത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡ് മെഡലിസ്റ്റ് എല്ലാവരും ഡയറക്റ്റായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ക്വാളിഫൈഡ് ആണെന്നുള്ളതാണ് ക്രൈറ്റീരിയ, അതാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നു അത് സെലക്ഷൻ കമ്മിറ്റി പെർഫോമൻസ് ഇല്ലാത്തവരെ കൊണ്ടുപോകുന്നില്ല, ചിത്രയ്ക്ക് അവിടെ മെഡൽ വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്, ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ഇന്ത്യൻ അത്ലറ്റിക് രംഗം, ഇന്ത്യൻ കായിക രംഗം വളരുന്നില്ല എന്ന വലിയ ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ലളിതമായ, ഏറ്റവും ലളിതവും സുന്ദരവുമായ ഒരു ഉത്തരം PU ചിത്രയെ പോലെ ഇത്തരം തഴയപ്പെടുന്ന അവരുടെ ഈ കണ്ണീരും അതോടൊപ്പം തന്നെ അതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളും തന്നെയാണ് അതിന് നൽകാവുന്ന ഒരു ഉത്തരം. എന്തായാലും കായിക താരങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് കോടതി വ്യവഹാരങ്ങളാകുമ്പോൾ അതൊരിക്കലും ഇന്ത്യൻ അത്ലറ്റിക് രംഗത്തിന്, ഇന്ത്യൻ കായിക രംഗത്തിന് പൊതുവെയും ഗുണകരമാകില്ല എന്നുറപ്പ്. ജാനി പോൾ, കൊച്ചി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്തിയ റാനി മ്യൂലാസ്ട്രീന് കൊച്ചിയിൽ ആവേശോജ്വല സ്വീകരണം. മഞ്ഞക്കൊടികളുമായി ആയിരങ്ങളാണ് മ്യൂൽസ്ട്രീനെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. മഞ്ഞ ജേഴ്സിയും അണിഞ്ഞ് മഞ്ഞപ്പടയെന്നെഴുതിയ ബോർഡുമായി നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്ത് ആവേശോജ്വല സ്വീകരണമാണ് ആരാധകർ മ്യൂൽസ്ട്രീന് നൽകിയത്. ആരാധകർ ഉയർത്തിയ മഞ്ഞ കൊടികൾക്കിടയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ പുറത്തേക്കിറങ്ങിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട ഹ്യൂമേട്ടൻ ടീമിലെത്തിയതിന്റെ സന്തോഷം ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കി. പുറത്തേക്കിറങ്ങി കൈകൾ വീശിയ റെനി മ്യൂൽസ്ട്രീനെ ആരാധകർ സ്നേഹത്തോടെ വിളിച്ചു റെനി ചായൻ. ബ്ലാസ്റ്റേഴ്സിനുള്ള ആരാധകരുടെ പിന്തുണ തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് റെനി മ്യൂൽസ്ട്രീൻ പറഞ്ഞു. ഈ സ്വീകരണത്തിൽ സന്തോഷമുണ്ട്, ഏറെ അഭിമാനം തോന്നുന്നു. മുംബൈയിൽ നടന്ന ഡ്രാഫ്റ്റിന് ശേഷം ഇയാൻ ഹ്യൂമുമായി കരാർ ഒപ്പിട്ട ശേഷമാണ് മ്യൂൽസ്ട്രീൻ കൊച്ചിയിലെത്തിയത്. ആരാധകർക്ക് അഭിമാനിക്കാനുള്ള നിമിഷങ്ങൾ സമ്മാനിക്കുമെന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് അദ്ദേഹം ഹോട്ടലിലേക്ക് പോയത്. ന്യൂസ് 18 കൊച്ചി. ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പിൽ ചെൽസിക്കെതിരെ ബയൺ മ്യൂണിക്കിന് ജയം. 2-3 ഗോളിനാണ് ബയണിന്റെ ജയം. സിംഗപ്പൂർ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് ജർമ്മൻ ചാമ്പ്യന്മാരായ ബയൺ ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായ ചെൽസിയെ നേരിട്ടത്. മത്സരത്തിൽ മുന്നിട്ട് നിന്നത് ബയൺ ആയിരുന്നു. AC മിലാനെ 4-0 തോൽപ്പിച്ചെത്തിയ അവർ സിംഗപ്പൂരിലും വിജയം ഉറപ്പിച്ചിരുന്നു. 6-ാം മിനിറ്റിൽ റഫീനിയയുടെ ലോങ് റേഞ്ചറിൽ ബയൺ ആദ്യ ഗോൾ നേടി.
Well, that's what Bayern have needed on this. കോൺടെയുടെ നീലപ്പടയ്ക്ക് ബയേണിനെ തടയാനായില്ല. 12ാം മിനിറ്റിൽ വോളിയിലൂടെയും 27ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ഷോട്ടിലൂടെയും ഇരട്ട ഗോൾ നേടിയ തോമസ് മുള്ളർ ബയേണിനെ 3-0 മുന്നിലെത്തിച്ചു. Ribery down the outside. Needs a touch and it's been provided by Thomas Muller and Bayern are 2 up. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ചെൽസി തിരിച്ചെത്തി. ചെൽസിക്കായി മാർക്കോ അലോൺസോ വലകുലുക്കി. Moses' ball in was a beauty. Marcos Alonso comes onto it and smashes it into the net, and Chelsea are back in the contest. Lovely play by Chelsea. രണ്ടാം പകുതിയിൽ ചെൽസി വീണ്ടും ശക്തി തെളിയിച്ചു. 85ാം മിനിറ്റിൽ മിഷി ബാച്ചുയാണ് ഗോൾ നേടിയത്. Pre-season, very much 45 minutes each. And now they're back in it. It's turned in by Batshuayi, or is it going to count? Yes, it is going to count. ചെൽസി 2 ഗോളുകൾ നേടിയെങ്കിലും ആവേശകരമായ മത്സരം ബയേൺ സ്വന്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18.